Hello dear students, uh, we'll continue with Organic Chemistry 3 Module 4 Natural Products. Okay, so far we have completed terpenes and we are now discussing lipids. From lipids we have seen oils and fats, common fatty acids. Okay, so we'll just have a recap on the previous class. Lipids എന്ന് പറഞ്ഞാൽ they are esters of fatty acids and alcohols. ഇനി സിമ്പിൾ ലിപ്പിഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആൻഡ് ഡെറൈവ്ഡ് ലിപ്പിഡ്സ്. സിമ്പിൾ ലിപ്പിഡ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വിത്ത് സിമ്പിൾ ആൽക്കഹോൾസ്. ഇനി സിമ്പിൾ ലിപ്പിഡ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് എന്നും വാക്സസ് എന്നും ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് എന്നാണ് പഠിക്കുന്നത്. ഇപ്പം കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാക്സസ് എന്താണെന്ന് നോക്കാം. വാക്സസ് ആർ എസ്റ്റേഴ്സ് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആൻഡ് ലോങ് ചെയിൻ ആൽക്കഹോൾസ്. പക്ഷേ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് എസ്റ്റേഴ്സ് ഓഫ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ ആണ്. അപ്പോൾ ഫാറ്റ്സ് ആൻഡ് ഓയിൽസും വാക്സസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അതിലുള്ള ആൽക്കഹോളാണ്. വാക്സിൽ ലോങ് ചെയിൻ ആൽക്കഹോളും ഫാറ്റ്സ് ആൻഡ് ഓയിൽസിൽ ഗ്ലിസറോളും ആണ് ആൽക്കഹോളായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി ഫാറ്റും ഓയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫാറ്റ്സ് എസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ വിത്ത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും ഓയിൽസ് എസ്റ്റേഴ്സ് ഓഫ് ഗ്ലിസറോൾ വിത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഫാറ്റിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഓയിൽസിൽ ഗ്ലിസറോളും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനോടൊപ്പം തന്നെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ കണ്ടേക്കാം. പക്ഷെ ഫാറ്റ്സിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് മാത്രമേ ഉള്ളൂ. ഗ്രേറ്റർ പെർസെൻറ്റേജ് ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ടാണ് ഓയിൽസ് ലിക്വിഡ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് നോക്കാം. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ പ്യുവർ ഫോമിൽ ദേ ആർ കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ് ലിക്വിഡ്സ് ഓഫ് സോളിഡ്സ് ആണ്. പക്ഷെ നമുക്കറിയാം ഫാറ്റിന് ഇപ്പോൾ ഘീ ഒരു ടേസ്റ്റ് ഉണ്ട്, അതിനൊരു കളറ്, കുറച്ച് ഒരു യെല്ലോയിഷ് കളറുണ്ട്, പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലുണ്ട്, അങ്ങനെ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അപ്പം ഇതെല്ലാം തന്നെ പ്യുവർ ഫോമിൽ, പ്യുവറസ്റ്റ് ഫോമിലാണ്. പക്ഷെ ഇതിനകത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. ഇമ്പ്യൂരിറ്റീസ് എന്നുള്ളത് കൊണ്ട് അത് കേടുള്ളതല്ല, അഴുക്കല്ല, അതിൻ്റെ അകത്ത് അഡിറ്റീവ്സ് ഉണ്ടാവുമെന്നാണ് അർത്ഥാവുന്നത്. അഡിറ്റീവ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്കത് കളറ് ഉള്ളതായിട്ടും സ്മെല്ലുള്ളതായിട്ടും ടേസ്റ്റ് ഉള്ളതുമായിട്ടും ഫീൽ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം തന്നെ ലൈറ്റ് ദാൻ വാട്ടറാണ്. ഓയിലെല്ലാം ലൈറ്റ് ദാൻ വാട്ടറാണ്. ഫ്ലോട്ട്സ് ഓൺ വാട്ടർ എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദേ ആർ ലൈറ്റർ ദാൻ വാട്ടർ. ദേ ആർ സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ് ആൻഡ് ആർ നോൺ വോളറ്റൈൽ. പെട്ടെന്ന് ബോയിൽ ചെയ്യുന്ന സാധനങ്ങളല്ല, ഒരുപാട് ഹൈ ടെമ്പറേച്ചറിൽ മാത്രം ബോയിൽ ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഫാറ്റ്സും ഓയിൽസും. ഓക്കെ, പിന്നെ നമുക്കറിയാം ഫാറ്റും ഓയിലും അത് കുറേ നേരം ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സ്മോക്ക് ചെയ്യും. ബോയിൽ ചെയ്യുകയല്ല ചെയ്യുന്നത്, സ്മോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പുക വരും അതിൻ്റെ ഉള്ളിൽ നിന്ന്. വൈ ഇസ് ദാറ്റ്? ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ഈസ് വെരി ഹൈ. ഭയങ്കര ഹൈ ആണ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ കൂടുതൽ വേപ്പേഴ്സ് വരുമ്പോഴത്തേനും അത് സ്മോക്കായിട്ട് മാറും, അല്ലാതെ അത് ബോയിൽ ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ആക്ച്വലി 3 കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്: ഹൈഡ്രോളിസിസ്, സാപ്പോണിഫിക്കേഷൻ, ഹൈഡ്രോജിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഹൈഡ്രോജിനോളിസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. അപ്പോൾ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ fats and oils are hydrolyzed when heated with superheated steam or mineral acids or alkalis or enzymes. അപ്പോൾ ഫാറ്റ്സ് ആൻഡ് ഓയിൽസിനെ ഹൈഡ്രലൈസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. വെള്ളം വെച്ച് ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റില്ല, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം വേണം. അതല്ലെങ്കിൽ മിനറൽ ആസിഡ്സ് ഓർ ആൽക്കലീസ് വേണം. സൾഫ്യൂരിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ആൽക്കലീസ് വേണം, ആസിഡ്സും ആൽക്കലീസും വേണം. അതും അല്ലെങ്കിൽ എൻസൈംസ് വെച്ചിട്ടും ഇത് ഹൈഡ്രോളിസിസ് നടക്കും. അപ്പോൾ ഹൈഡ്രോളൈസ് ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് സാപ്പോണിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. സാപ്പോണിഫിക്കേഷൻ എന്ന പേരിൽ നിന്ന് തന്നെ അറിയാം സോപ്പ് ഫോർമേഷൻ. അപ്പോൾ വാട്ട് ആർ സോപ്സ്? സോപ്സ് ആർ സോഡിയം ഓർ പൊട്ടാഷ്യം സോൾട്ട്സ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ്. അതിനെയാണ് നമ്മൾ
സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റിൽ നിന്നും ഓയിലിൽ നിന്നും സോപ്പ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് സാപ്പോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോളിസിസ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് വിത്ത് ആൽക്കലീസ് sodium hydroxide or potassium hydroxide gives a mixture of sodium or potassium salts of long chain fatty acids called soaps. അപ്പം നമ്മുടെ ഫാറ്റും ഓയിലും ഗ്ലിസറോളും ഉണ്ട്, ഫാറ്റി ആസിഡും ഉണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഹൈഡ്രോളിസിസ് നടന്ന് ഗ്ലിസറോളും ഫാറ്റി ആസിഡും ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് എക്സസ് ആൽക്കലി കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്ത ആസിഡ് ഉണ്ടല്ലോ, ആസിഡും ആൽക്കലിയും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സോൾട്ട് ഫോം ചെയ്യും, പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്. ഈ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് ആണ് സോപ്പ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഹൈഡ്രോളിസിസ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് വിത്ത് ആൽക്കലീസ് ഈസ് കോൾഡ് സാപ്പോണിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഓഫ് ഓയിൽ ഓർ ഫാറ്റ് വിത്ത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഓർ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് സോപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ ഗ്ലിസറോളും ഉണ്ടാകും. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് വരാം, ഹൈഡ്രോജിനേഷൻ. എന്താണ് ഹൈഡ്രോജിനേഷൻ? ദിസ് ഇസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. It is the reaction shown by oils. ഓയിലിൻ്റെ പ്രത്യേകത, they contain higher percentage of unsaturated fatty acids. അല്ലേ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുള്ള ലിപ്പിഡ്സ് ആണ് ഹൈഡ്രോജിനേഷൻ കാണിക്കുന്നത്. ഹൈഡ്രോജിനേഷൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡബിൾ ബോണ്ട് വേണം, അല്ലേ? ഡബിൾ ബോണ്ടിലോട്ടാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നത്, അല്ലേ? ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്ത് സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായി മാറും. അപ്പോൾ ഇത് ഓയിൽസ് മാത്രമാണ് കാണിക്കുന്നത്. ബൈ പാസിംഗ് ഹൈഡ്രജൻ അണ്ടർ പ്രഷർ ഇൻ പ്രസൻസ് ഓഫ് ഫൈൻലി ഡിവൈഡഡ് നിക്കൽ കാറ്റലിസ്റ്റ് ഹൈഡ്രോജിനേഷൻ ഈസ് ഡൺ. അപ്പോൾ ഹൈഡ്രോജിനേഷൻ നടക്കാൻ എന്ത് വേണം? ഹൈ പ്രഷറിൽ ഹൈഡ്രജൻ പാസ് ചെയ്യണം ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ഫൈൻലി ഡിവൈഡഡ് നിക്കൽ. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ഓയിൽസ് ഇൻ ദിസ് പ്രോസസ് ഗെറ്റ് കൺവേർട്ടഡ് ടു സോളിഡ് ഫാറ്റ്സ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓയിലുകൾ ഫാറ്റ് ആയിട്ട് മാറും. ആൻഡ് ഹെൻസ് സച്ച് റിയാക്ഷൻ ഈസ് കോൾഡ് ഹാർഡനിങ് ഓഫ് ഓയിൽസ്. ഇതിനെ ഹാർഡനിങ് ഓഫ് ഓയിൽസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഓയിൽ ലിക്വിഡാണ്, അത് സോളിഡ് ആയിട്ട് മാറുന്നതുകൊണ്ട് അതിനെ ഹാർഡനിങ് ഓഫ് ഓയിൽസ് എന്ന് പറയും. ഹൈഡ്രോജിനേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഹാർഡനിങ്. ഇനി ഇങ്ങനെ ഉണ്ടാകുന്ന സോളിഡ് ഫാറ്റ്സിനെ നമ്മൾ പറയും വെജിറ്റബിൾ ഘീ അല്ലെങ്കിൽ വനസ്പതി. പാർഷ്യലി ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ്, മുഴുവനായിട്ടും അല്ല, അതിനകത്തുള്ള ഡബിൾ ബോണ്ടുകളെ പാർഷ്യലി ഹൈഡ്രോജനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിനെയാണ് വെജിറ്റബിൾ ഘീ അല്ലെങ്കിൽ വനസ്പതി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഇസ് വനസ്പതി? പാർഷ്യലി ഹൈഡ്രോജനേറ്റഡ് ഓയിൽസ് ആർ കോൾഡ് വെജിറ്റബിൾ ഘീ ഓർ വനസ്പതി. അപ്പോൾ ഇവിടെ ഇക്വേഷൻ കാണാം. ഇത് ഡബിൾ ബോണ്ട് ഉള്ള ഒരു ട്രൈഗ്ലിസറൈഡ് ആണ്. അപ്പോൾ ഈ എസ്റ്ററിൻ്റെ ഡബിൾ ബോണ്ട് കൂട്ടരുത്, അതല്ലാതെ ആൽക്കൈൽ പാർട്ടിലുള്ള ഡബിൾ ബോണ്ട്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതൊരു ട്രൈഗ്ലിസറൈഡ് ഓഫ് ഇതൊരു മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ട്രൈഗ്ലിസറൈഡ് ഓഫ് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഇത് ഏത് ആസിഡാണെന്ന് നോക്കിക്കേ, ഇത് CH7 ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒലീക് ആസിഡാണ്. അപ്പോൾ ട്രൈ ഒലീനാണ്. ഇതിനകത്തോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പോൾ ബൈ പാസിങ് ഹൈഡ്രജൻ അണ്ടർ പ്രഷർ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് യു ഗെറ്റ് എന്ത് സംഭവിക്കും? അത് ഡബിൾ ബോണ്ടുകളെല്ലാം തന്നെ സിംഗിൾ ബോണ്ടുകളായിട്ട് മാറും. അപ്പോൾ ഇവിടെ CH2 7 ടൈംസ് ആണ് ഉണ്ടായിരുന്നത്. ഈ രണ്ട് ഡബിൾ ബോണ്ടും റെഡ്യൂസ് ചെയ്ത് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞപ്പോഴത്തേനും 7 + 7 14 + 2 16. അപ്പോൾ ഇവിടെ 16 കാർബൺ ആറ്റംസ് ഉള്ള ഒരു സ്പീഷീസാണ് ഫോം ചെയ്യുന്നത്. ഇതൊരു സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഓക്കെ, ഡബിൾ ബോണ്ടുകളില്ലാത്ത സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ട് മാറി. അപ്പോൾ ദിസ് പ്രോസസ് ഈസ് ഹൈഡ്രോജിനേഷൻ. അടുത്ത റിയാക്ഷനാണ് ഹൈഡ്രോജനോളിസിസ്. ഓക്കെ, അപ്പോൾ ഇത് ഹൈഡ്രോളിസിസും അല്ല ഹൈഡ്രോജിനേഷനും അല്ല, ഇത് ഹൈഡ്രോജനോളിസിസ്. ഹൈഡ്രജൻ ആഡ് ചെയ്തുകൊണ്ട് ലൈസിസ് മീൻസ് ബ്രേക്കിംഗ്. ഹൈഡ്രജൻ ആഡ് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈഡ്രോജനോളിസിസ്. ഇറ്റ് ഈസ് carried out by passing excess hydrogen under pressure in presence of copper chromite
കാറ്റലിസ്റ്റ്. അപ്പോൾ എക്സസ് ഹൈഡ്രജൻ പാസ് ചെയ്യണം അണ്ടർ പ്രഷർ. കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന കോപ്പർ ക്രോമൈഡ് കാറ്റലിസ്റ്റ്. അപ്പോൾ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്യണം, ഹൈഡ്രോജനേഷൻ ആണെങ്കിൽ പാസിംഗ് എക്സസ് ഹൈഡ്രജൻ അണ്ടർ പ്രഷർ ഇൻ പ്രസൻസ് ഓഫ് ഫൈൻലി ഡിവൈഡഡ് നിക്കൽ. ആകെ ആ കാറ്റലിസ്റ്റ് യൂസ്ഡിന് മാത്രമേ വ്യത്യാസമുള്ളൂ ഹൈഡ്രോജനേഷനും ഹൈഡ്രോജനോളിസിസും തമ്മിൽ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഹൈഡ്രോജനോളിസിസ് എങ്ങനെയാണ് നടക്കുന്നത് നോക്കിക്കേ. ഇതിനകത്ത് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ വെച്ചാണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെയും ബോണ്ട് ബ്രേക്കിംഗ് നടക്കുന്നുണ്ട്. ഈ ഭാഗത്തും ബോണ്ട് ബ്രേക്കിംഗ് നടക്കും. ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തു, ഈ OH ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തു, ഇവിടേക്കും ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പോൾ ഈ ബാലൻസ് ശരിയായിട്ടില്ലല്ലോ, അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പോൾ ഒരൊറ്റ സ്പീഷീസിൽ ഇവിടേക്ക് തന്നെ 4 ഹൈഡ്രജൻ ആറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സസ് ഹൈഡ്രജൻ വേണ്ടത്. അപ്പോൾ ഇവിടെ എല്ലാം ഹൈഡ്രജൻ ആഡ് ചെയ്തപ്പോൾ നമുക്ക് വന്നത് ഗ്ലിസറോൾ. പിന്നെ ഈ ഓക്സിജനിലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്തു, അപ്പോൾ ആൽക്കഹോളാണ് ഫോം ചെയ്യുന്നത്. CH17H35. ഈ കാർബണിലും ഹൈഡ്രജൻ ആഡ് ചെയ്തു H2, ഓക്സിജനിലും ഹൈഡ്രജൻ ആഡ് ചെയ്തു H. അപ്പോൾ നമുക്ക് ഒരു മിക്സ്ചർ ഓഫ് ആൽക്കഹോൾസ് ആണ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഹൈഡ്രോജനോളിസിസിൽ. ഒരു ആൽക്കഹോൾ ഗ്ലിസറോളും പിന്നെ ഫാറ്റി ആസിഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോങ് ചെയിൻ ആൽക്കഹോളും ആണ് കിട്ടുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിരിക്കുന്നത് തെറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ ഒന്ന് ചെക്ക് ചെയ്തേരെ. ടെക്സ്റ്റ് ബുക്കുമായിട്ട് ഈ റിയാക്ഷൻ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈഡ്രോജനോളിസിസ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ വിത്ത് ബ്രേക്കിംഗ് ഓഫ് ബോൺസ്. അപ്പോൾ അത് ഹൈഡ്രോജനോളിസിസ് വഴി മിക്സ്ചർ ഓഫ് ആൽക്കഹോൾസ് ആണ് ഫോം ചെയ്യുന്നത്. ഹൈഡ്രോജനേഷൻ വഴി എന്താ നമുക്ക് ഫോം ചെയ്യുന്നത്? ഫാറ്റ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഹൈഡ്രോജനേഷൻ ബോണ്ട് ബ്രേക്കിംഗ് ഇല്ല, ഹൈഡ്രോജനോളിസിസിലാണ് ബോണ്ട് ബ്രേക്കിംഗ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോകാം. അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം. ഇപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചത് ഹൈഡ്രോളിസിസ്, സാപ്പോണിഫിക്കേഷൻ, ഹൈഡ്രോജനേഷൻ ആൻഡ് ഹൈഡ്രോജനോളിസിസ്.